നമുക്ക് മട്ടൻ ഉണ്ട് കുറച്ച് ഇതായിട്ട് നമുക്ക് ഒരു മന്തി ഉണ്ടാക്കാം ഈ ഔട്ട്ലേറ്റ് സ്റ്റൈലിൽ. അതിന് നമ്മൾ ഇതാ അരി വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. ബസ്മതി റൈസാണ്, ഇവിടെ അബുക്കാസ് എന്ന് പറയാം. അതുപോലെ ഒരു സവാള ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, തക്കാളി ഉണ്ട്, മാഗി ക്യൂബ് ഉണ്ട്, മല്ലിച്ചപ്പുണ്ട്, പച്ചമുളകുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയുണ്ട്. പിന്നെ കുറച്ച് സ്പൈസസ് ഇതിൽ ഏലക്കായ, കുരുമുളക്, മല്ലി റോളായിട്ടുള്ള, പിന്നെ കറാമ്പൂവ്, ഉണക്കനാരങ്ങ, അങ്ങനെ നമുക്ക് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് മട്ടന് കുക്കറിൽ ഇട്ട് ഒരു 4 വിസിലിട്ട് അടിക്കും. 4 വിസിലടിച്ച് കഴിഞ്ഞാൽ മട്ടൻ റെഡിയാവും. അപ്പം അതിന് മട്ടൻ ലേശം മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിൽ നിന്ന് കുറച്ച് പ്രകാരം വെളുത്തുള്ളി ഇടുക, പ്രകാരം ഇഞ്ചി ഇടുക, പിന്നെ കുറച്ച് സ്പൈസസ് ഇടുക, 4 ഏലക്കായ, എണ്ണ വെച്ച് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം ബട്ടറിൻ്റെ വിസിറ്റ് കൊടുക്കുക. കുറച്ച് കറുവപ്പട്ട, ഏലക്കായ, കുരുമുളക് അങ്ങനെയുള്ളതൊക്കെ കൊടുക്കുക, മല്ലി, കറാമ്പൂവൊക്കെ. ആ സ്പൈസൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് ഉള്ളി കൊടുക്കുക, ലേശം ഉപ്പിട്ടുള്ള കുറച്ച് മരുത്താം. ആ ഉള്ളി ഒന്നൊരു ബ്രൗൺ കളറായിട്ട് കുറച്ച് ഇഞ്ചും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക, ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക, കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം ഇട്ട് കുറച്ച് മല്ലി, കുറച്ച് മല്ലിട്ടോ, 2 കഷ്ണം മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുക. ഈ മന്തിക്കൊക്കെ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാറുണ്ട്. കുറച്ച് ഗരം മസാല കൊടുക്കുക, 1.5 സ്പൂൺ. അഞ്ച് ഗ്ലാസ് എണ്ണ എടുക്കും. അതിന് 7 ഗ്ലാസ് വെള്ളം വേണം. ഈ മട്ടൻ തിളപ്പിച്ച വെള്ളം ആദ്യം അളന്ന് വയ്ക്കും. മട്ടനെ തിരിക്കുന്ന കേട്ടില്ല, അല്ലെങ്കിൽ കലങ്ങി പോകും. എന്നിട്ട് അരി ഇട്ട് കൊടുക്കുക. കഴുകി 1 മണിക്കൂറോളം വെള്ളത്തിട്ട് അരി ഇട്ട് കൊടുക്കുക. അരിയൊന്ന് കുക്കറിലിട്ട് ഇതായത് ആ ബീഫ് മട്ടൻ മാറ്റി ശേഷം ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും പോസ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റോളം ആവിയിൽ വെക്കാം. ചെറിയ തീയിൽ.